മെക്കാനിക്കൽ QA/QC എന്നുള്ളത് പ്രസൻറ്റ് വേൾഡിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും QA/QC അല്ലെങ്കിൽ NDT എന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടേംസ്. അപ്പോൾ അത് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് പലർക്കും ധാരണ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാത്തവരും ഉണ്ടാവാം. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. എന്തിനാണ് നമ്മൾ QA/QC പഠിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം, നമുക്ക് ഭാവിയിൽ എന്ത് പ്രയോജനമാണ് ഇതുകൊണ്ട് ലഭിക്കുന്നതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് QA/QC എന്ന് പറയുന്ന ടേംസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. QA എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി അഷുറൻസ് എന്നാണ്. QC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി കൺട്രോൾ എന്നാണ്. അതുപോലെ തന്നെ NDT എന്നൊരു ടേം ഉണ്ട്, അത് നമുക്ക് പറയാം. NDT എന്നുള്ള ആ ഒരു ഷോർട്ട് ഫോം ഉദ്ദേശിക്കുന്നത് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്നാണ്. അപ്പോൾ QA/QC നമ്മൾ പറഞ്ഞു, ക്വാളിറ്റി അഷുറൻസ് ആണ്, ക്വാളിറ്റി കൺട്രോൾ ആണ്. അപ്പോൾ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സെക്ഷനാണ്, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രിയുമായാലും അവിടുത്തെ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ കീപ്പ് ചെയ്യുക എന്നൊക്കെയുള്ളൊരു ഉദ്ദേശമായിരിക്കും ഈ ഒരു ക്വാളിറ്റി സെക്ഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾക്കറിയാം തീർച്ചയായിട്ടും ക്വാളിറ്റി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണെന്നുള്ളത്. മെക്കാനിക്കൽ എൻജിനീയറിംഗ് സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ യൂണിറ്റുകൾ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ഷൻസ് അങ്ങനെ വളരെയധികം ബ്രാഞ്ചസ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ഏരിയാസ് ഉള്ളൊരു എൻജിനീയറിംഗ് ഫീൽഡാണ് നമ്മുടെ മെക്കാനിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവിടെ ചെയ്യുന്ന ഒരു വർക്ക്, ആ വർക്കിനെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, കൃത്യമായ ക്വാളിറ്റി കൊടുക്കുക എന്നൊക്കെയുള്ളൊരു ഉദ്ദേശം നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. എല്ലാ മെക്കാനിക്കൽ ഇൻഡസ്ട്രീസിലും അല്ലെങ്കിൽ എല്ലാ കമ്പനീസിലും നമുക്ക് ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ആ ഒരു ക്വാളിറ്റി സെക്ഷൻ്റെ സർട്ടിഫിക്കേഷനോട് അല്ലെങ്കിൽ അവരുടെ ഒരു സമ്മതത്തോടു കൂടി മാത്രമേ നമുക്കൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്ങിന് ശേഷം നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു റോളാണ് നമ്മുടെ ഈ ഒരു ക്വാളിറ്റി സെക്ഷൻ വഹിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റിയുടെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇത് ആർക്കൊക്കെ പഠിക്കാം എന്ന് ചോദിച്ചാൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ, ഇപ്പോൾ മെക്കാനിക്കൽ തന്നെ വേണമെന്നില്ല, നമ്മുടെ ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മറ്റ് ബ്രാഞ്ചസിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾ, അതുപോലെ തന്നെ ഇപ്പോൾ ടെക്നിക്കൽ ഒരു എഡ്യൂക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിലും +2 കഴിഞ്ഞ് ആർക്കും നമ്മുടെ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാം. ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്ത് നമ്മുടെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാവുന്നതാണ്. വളരെയധികം സ്കോപ്പുള്ള, അതായത് നമ്മുടെ പ്രസൻറ്റ് വേൾഡിൽ വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, അതുപോലെ സാലറി ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു മേഖലയാണ് നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ജസ്റ്റ് എന്താണെന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എന്താണ് ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് സിമ്പിളായിട്ട് അറിയാം. നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ അതൊരു മൊബൈൽ ഫോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വാഹനങ്ങളായിക്കോട്ടെ, അതൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ക്വാളിറ്റി പോരാ എന്നുള്ളൊരു വലിയ പരാതിയായിട്ട് ഉയർന്ന് അത് ആ ഒരു ബ്രാൻഡിനെ തന്നെ ബാധിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ വില അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ ഒരു പ്രൈസിൻ്റെ ഇഷ്യൂ പോലും പ്രശ്നമല്ലാതായി ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതായിട്ടുള്ളൊരു രീതിയാണ് പ്രസൻറ്റ് വേൾഡിൽ നമ്മൾ കണ്ടുവരുന്നത്. അതായത് ക്വാളിറ്റി, നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ആയിരിക്കണം. അപ്പോൾ എന്താണ് ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ടൊരു ഡെഫിനിഷൻ പറയാം. എന്താണോ റിക്വയർമെൻറ്റ്, ആ റിക്വയർമെൻറ്റിനെ മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ റിക്വയർമെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ക്വാളിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാം, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സർവീസ് ആയിക്കോട്ടെ, അവിടെയൊക്കെ നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ക്വാളിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ എന്നുള്ള ഒരു 2 മേഖലയുണ്ട്. നമ്മൾ പറയുമ്പോൾ എപ്പോഴും QA/QC എന്ന് പറയാം. അപ്പോൾ രണ്ടും ഒന്നാണെന്ന് ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. രണ്ടും ഒന്നല്ല, രണ്ടും 2ആണ്. ക്വാളിറ്റി അഷുറൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കുറേ പ്രോസസ്സുകളാണ്. അതായത് ഒരു മാനുഫാക്ചറിങ് നടക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നു, എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ വർക്കുകൾ നടക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ, അതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് മുതൽ പ്രൊഡക്ഷൻ കഴിഞ്ഞ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കഴിഞ്ഞ് മാർക്കറ്റിലേക്ക് എത്തുന്നതും വരെയുള്ള എല്ലാ
മേഖലകളിലും വെച്ച് അതിൻ്റെ ക്വാളിറ്റിയെ ഉറപ്പ് വരുത്തുക. അപ്പോൾ ആ ക്വാളിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ മുൻപേ തീരുമാനിക്കുന്ന ചില പ്രോസസ്സുകളെയാണ് നമ്മൾ ഈ ഒരു ക്വാളിറ്റി അഷുറൻസ് ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തു, ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുകയാണ് നമ്മുടെ ക്വാളിറ്റി ഓക്കെ ആണോ. അങ്ങനെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഗുണനിലവാരം നമ്മൾ ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സുകളായിരിക്കും ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ക്വാളിറ്റി അഷുറൻസ് നേരത്തെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു മാനുഫാക്ചറിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ്റെ എന്തോ ആയിക്കോട്ടെ. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു വർക്ക് നടന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ചില ടെസ്റ്റുകളായിരിക്കും, ചില ഓപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ക്വാളിറ്റി QA/QCയുമായിട്ട് ബന്ധപ്പെട്ട ഒരു QA/QC ഇൻസ്പെക്ടർ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ക്വാളിറ്റി അഷുറൻസുമായിട്ടും ക്വാളിറ്റി കൺട്രോളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ നമുക്ക് ക്വാളിറ്റി കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകളുണ്ട്, ആ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ പല ടെസ്റ്റുകളുണ്ട്, ഒരുപാട് 5-6 ടൈപ്പ് മെയിൻ ടെസ്റ്റുകൾ തന്നെ നമുക്കുണ്ട്. അപ്പോൾ ആ ടെസ്റ്റുകൾ ഏത് ടെസ്റ്റാണോ നമ്മുടെ ആ ഒരു വർക്കിന് വേണ്ടതെന്നുള്ളത് നോക്കി ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടർ അല്ലെങ്കിൽ QC ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചുമതലകളാണ്. അപ്പോൾ ഇതിൽ ക്വാളിറ്റി അഷുറൻസ് എന്താണ്, ക്വാളിറ്റി കൺട്രോൾ എന്താണെന്നുള്ള ഒരു സിമ്പിൾ ടേം നമ്മൾ പറഞ്ഞു. അപ്പോൾ ക്വാളിറ്റി പ്രോസസ്സിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ പ്ലാനിങ് ചെയ്യുക, ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, പ്രോസസ് മാപ്പിംഗ് ചെയ്യുക, പിന്നെ അവിടുത്തെ റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് അസസ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്വാളിറ്റി അഷുറൻസ് പ്രോസസ്സിൽ ചെയ്യുന്നുണ്ട്. അതൊരു ഡോക്യുമെൻറ്റേഷനാണ്, നമ്മൾ നേരത്തെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ക്വാളിറ്റി അഷുറൻസ് ആയി. അപ്പോൾ നമുക്ക് വേണ്ടത് ക്വാളിറ്റി കൺട്രോൾ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ക്വാളിറ്റി കൺട്രോൾ എന്താണെന്നുള്ളത്. ക്വാളിറ്റി കൺട്രോൾ നമ്മൾ മെക്കാനിക്കലിൽ കൂടുതലായിട്ട് 2 രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അത് 2 ടൈപ്പ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡ്സ്, ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡ്സ് എന്നുള്ളതാണ് ആ ഒരു 2 ടൈപ്സ്. അപ്പോൾ അതെന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു ടെസ്റ്റുകൾ നടത്തി അതിൻ്റെ റിസൾട്ട് വന്നു, നമ്മുടെ വർക്കിനെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ ഓക്കെ ആണോ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ ഓക്കെ ആണോ, അതല്ല നമ്മളൊരു വെൽഡിംഗ് ആണ് ചെയ്തത്, ആ വെൽഡ് ഓക്കെ ആണോ, നമ്മുടെ പ്രൊഡക്റ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊടുക്കാമോ, അടുത്ത വർക്കിന് വേണ്ടി കൊടുക്കാമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, വളരെ ക്രൂഷ്യലായിട്ടുള്ള ഈ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് ഒരു ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പങ്കാണ് നമ്മുടെ ഈ ഒരു സെക്ഷൻ വഹിക്കുന്നത്. അപ്പോൾ ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്യേണ്ട ജോലികളും ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ക്വാളിറ്റി കീപ്പ് ചെയ്യുക എന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ തയ്യാറാക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം.